ഞാൻ ഇന്നലെ ഒരു ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് നെയ്യപ്പം ചുടാൻ പോവുകയാണ്. അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട്, കുറച്ച് വെള്ളം മതി കേട്ടോ, അധികം വെള്ളം ആവാൻ പറ്റില്ല, അപ്പോൾ മാവ് ശരിയാവില്ല. നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ഒരു ഏലക്കായ കേട്ടോ. ഒരു ഗ്ലാസ് അരിക്കാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യുക. ഇതിലേക്ക് ഞാൻ ഒരു 3/4 കയ്യിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 കയ്യിൽ മൈദ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ശർക്കര ഇതിൽ ഉരുക്കി ഒഴിച്ചിട്ടല്ല അരി ആട്ടുന്ന, കാരണം അരി അങ്ങനെ ആട്ടിയാൽ അരി അരയില്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യാറില്ല. മറ്റേ രീതിയിലും ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് അരി അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ല അരി കട്ടൊന്നുമില്ലാതെ നൈസായിട്ട് നല്ലതുപോലെ നമ്മൾ ഇളക്കി മാവ് യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ആവശ്യമായ വെല്ലം, 2 വെല്ലമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് മാവുള്ളൂ, ഞങ്ങൾ ആകെ കുറച്ച് പേരുള്ളൂ ഇവിടെ. ഞങ്ങൾക്ക് കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് അരിയാണ്, ഒരു ഗ്ലാസ് അരിയിലേക്കുള്ള വെല്ലമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇതുണ്ട്, ഞാൻ വെല്ലം എത്രയാണ് നമുക്ക് ഉരുക്കി എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് അപ്പക്കാരവും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ കൂട്ടി യോജിപ്പിച്ച് നല്ല കട്ടിയായ മാവാക്കി കുറച്ച് സമയം നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ തേങ്ങ വറുത്ത് വെച്ചത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഓരോ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം നെയ്യപ്പത്തിന്. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായ നെയ്യപ്പം തേങ്ങ വറുത്തിട്ടത് നമുക്ക് 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അരി കുതിർത്താൽ മാത്രം മതി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ ഈ ഭാഗം ആയിട്ടുണ്ടാകും, അത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റായ നെയ്യപ്പം നമുക്ക് കഴിക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ നെയ്യപ്പം ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത് കേട്ടോ. രണ്ട് ഭാഗം ആയതിനു ശേഷം നമ്മൾ ഇങ്ങനെ കോരിയെടുക്കുക. അതിൽ എണ്ണയൊക്കെ ഊറ്റിയെടുത്ത് നല്ല സോഫ്റ്റായ നെയ്യപ്പം എല്ലാവർക്കും ചുട്ടെടുക്കാവുന്നതാണ്. നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് വിരുന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ. കുറച്ച് അരി, കുറച്ച് വെള്ളം ഉണ്ടായാൽ മതി, വെളിച്ചെണ്ണ ഉണ്ടായാൽ മതി. ഞാനൊരു 3/4 മണിക്കൂർ കൊണ്ട് ചുട്ടെടുത്തതാണിത് കേട്ടോ, മാവ് കൂട്ടി വെച്ച്. നമ്മളെ നെയ്യപ്പം, സോഫ്റ്റായ നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയായ തേങ്ങയൊക്കെ കടിച്ച് സോഫ്റ്റായ നെയ്യപ്പം ഉണ്ടാക്കി നോക്കൂ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. നമുക്ക്
എല്ലാവരും ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബായ്.